ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. കാരണം ഞാൻ ഇന്ന് ബാങ്കേഴ്സ് മീറ്റിങ്ങിന് പോയിരുന്നു. ഞാൻ PMEGP ലോൺ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ഓൺട്രപ്രണർ ആയതുകൊണ്ട് ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് കൊണ്ടും DIC ഡിസ്ട്രിക്റ്റ് ഇൻഡസ്ട്രിയൽ ഓഫീസിൽ നിന്ന് ഇതുപോലെയുള്ള മീറ്റിംഗ് അറേഞ്ച് ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ഓൺട്രപ്രണേഴ്സിനെ അറിയിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബാങ്കേഴ്സ് മീറ്റ് 2025 പങ്കെടുക്കാനായിട്ടൊരു അവസരം കിട്ടി. നമുക്ക് ഒരു ബിസിനസ് മാൻ എന്നുള്ള നിലയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു മീറ്റിംഗാണ്. കാരണം നമുക്ക് ആവശ്യമുള്ള എല്ലാം തന്നെ അറിയാൻ പറ്റും. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. PMEGPയിൽ സബ്സിഡി ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതെപ്പോൾ കിട്ടും, അതെങ്ങനെ കിട്ടും, അതിനുള്ള ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ എനിക്കതിൽ മനസ്സിലായതിലൂടെ നിങ്ങൾക്കും കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിലിപ്പോൾ ലഹരീൻ്റെയും MDMA ഒക്കെ കുറേ നടന്ന് ജീവിതം പഴകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ യുവാക്കളായിട്ടുള്ള പല ആൾക്കാരും. അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. നമുക്ക് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അല്ലാതെ ഇഷ്ടം പോലെ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു ജോലിക്കും പോകാതെ ഒരു പാഷനും ഇല്ലാതെ പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തവരെയാണ് ഈ MDMAയിലും മറ്റുള്ള ഇതിലൊക്കെ റാക്കറ്റുകൾക്ക് അതിൽ പോയി വീണ് ജീവിതം നശിക്കുന്നത്. നമുക്കൊരു പാഷൻ ഉണ്ടാവും, എല്ലാവർക്കും ഒരു പാഷൻ ഉണ്ടാവും. ആരും ഒരു കഴിവില്ലാത്ത വ്യക്തികളൊന്നുമല്ല. അപ്പോൾ അവരവരുടെ കഴിവിനനുസരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു മേഖലയിൽ ഉയർന്ന് പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. അതുതന്നെയാണ് DC ഇന്നത്തെ മീറ്റിങ്ങിൽ പറഞ്ഞത്. പക്ഷെ ആരും വേണ്ട രീതിയിൽ വിനിയോഗപ്പെടുത്തുന്നില്ല. അതാണ് നമ്മുടെ നാട്ടിലെ ഒരു ശാപം. എല്ലാവരും ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞ് എല്ലാവരും തോന്നിയ വഴി പോകുന്നതല്ലാതെ ആരും കാര്യങ്ങൾ അന്വേഷിച്ച് അറിയാനായിട്ടൊരു ശ്രമം നടത്തുന്നില്ല. അപ്പോൾ എനിക്കിന്ന് കിട്ടിയ ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം ആൾക്ക് ഉപയോഗപ്പെടുന്നോ അത്രയും ആൾക്കാർ അത് യൂസ് ചെയ്യുക. അല്ലാതെ നമ്മൾ ഈ വീഡിയോ കേട്ടിട്ട് വെറുതെ കളയരുത്. എല്ലാവർക്കും നല്ല രീതിയിൽ എന്ത് വേണോ, സർവീസോ പ്രൊഡക്ഷനോ എന്ത് രീതിയിലുള്ള ട്രേഡിങ്ങോ എന്ത് രീതിയിലുള്ള സ്ഥാപനമോ വേണമെങ്കിലും തുടങ്ങാനായിട്ടുള്ളൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് തന്നെ DICയിലൊക്കെ വരുന്ന ആപ്ലിക്കേഷൻ്റെ എണ്ണം വളരെയധികം വലുതാണ്. ട്രിവാൻഡ്രം എന്ന് പറയുന്നത് വലിയൊരു ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവിടെ മീറ്റിങ്ങിന് ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസിൽ നിന്ന് ഒരു സാറ് പുള്ളിക്കാരൻ പറയുന്നത് കേട്ട് നമ്മൾ കോരിത്തരിച്ചു പോകും. ട്രിവാൻഡ്രത്തിനെ കുറിച്ച് ട്രിവാൻഡ്രത്ത് പുതിയതായിട്ട് വരാൻ പോകുന്ന പദ്ധതികൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തവ. ട്രിവാൻഡ്രത്തിലെ എല്ലാ ഏരിയയിലും വളരെയധികം വലിയൊരു ഡെവലപ്മെൻറ്റാണ് ഉണ്ടാകാൻ പോകുന്നത്. ട്രിവാൻഡ്രത്തെ ലുലു മാൾ വന്നു. ലുലു മാളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വലുതാണ്. യൂസഫ് അലി വളരെയധികം ഇമ്പ്രസ്ഡ് ആയിട്ട് നമ്മുടെ ഇവിടെ പുതിയൊരു IT ഹബ്ബ് ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ ഇവരെ പോലെയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് കിട്ടിയൊരു ഇൻഫർമേഷനാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇഷ്ടം പോലെ ജോബ് അവസരങ്ങൾ അതുമായിട്ട് നമ്മുടെ ഇവിടെ പോർട്ട് വരുന്നുണ്ട്. പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഷിപ്പ് വരുമ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്ടം പോലെ സർവീസ് ആൻഡ് പ്രൊഡക്ഷൻ സെക്ടേഴ്സ് നമുക്കിവിടെ ആവശ്യമുണ്ട്. ഇപ്പോൾ എക്സ്പോർട്ടിംഗ് ഒക്കെ ഒരുപാട് നമുക്ക് ഇവിടെ ഇനി നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ബാങ്കും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഓഫീസൊക്കെ നമ്മുടെ നാട്ടിൽ ആരും അത് വേണ്ട രീതിയിൽ വിനിയോഗപ്പെടുത്തുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതർ സ്റ്റേറ്റ്സിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യേണ്ട പല വസ്തുക്കളും കൊണ്ടുവരേണ്ടി വരുന്നത്. നമ്മുടെ നാട്ടിൽ ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അതിൻ്റെ ഒന്നിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഇല്ല. അതൊക്കെ പ്രൊഡക്ഷൻ ചെയ്ത് ഇമ്പോർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കോസ്റ്റിനും വേണ്ടിയിട്ടുള്ള എല്ലാ ടൈപ്പ് ലോണും അതിൻ്റെ സബ്സിഡി എല്ലാം നമുക്ക് നാട്ടിൽ ഇവിടെ തരുന്നതാണ്. അതിൻ്റെ സ്ഥലം പോലും തരാനായിട്ട് ഡിസ്ട്രിക്റ്റ് ഇൻഡസ്ട്രിയൽ സെൻറ്ററിൽ അവരുടേതായിട്ടുള്ള ഒരുപാട് സ്കീമുണ്ട്. അവർ ഡിസ്ട്രിക്റ്റ് ഇൻഡസ്ട്രിയൽ സെൻറ്ററിലെ നമ്പർ ഞാൻ ഇതിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. രാജേഷ് സാറെന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ട്. സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അധികം കോപ്പറേറ്റ് ചെയ്യുന്നൊരു മനുഷ്യനാണ്. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ട്രിവാൻഡ്രത്തുള്ളതാണിത്. മറ്റ് ജില്ലകളിൽ അവരവരുടേതായിട്ടുള്ള ഡിസ്ട്രിക്റ്റ് ഇൻഡസ്ട്രിയൽ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുക, കോണ്ടാക്ട് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് എല്ലാ അവസരങ്ങളും കിട്ടുള്ളൂ. അല്ലാതെ വെറുതെ ഇരുന്നെന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടില്ല. ഞാനും വീട്ടിൽ വെറുതെ ഇരുന്നെങ്കിൽ എനിക്ക് ഈ കണ്ട ജിമ്മും ക്ലിനിക്കും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. ഇനിയും ഓരോ സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ തിരക്കിലുമാണ് ഞാൻ. അപ്പോൾ നിങ്ങളെ കൊണ്ടും പറ്റും. പക്ഷെ നമ്മളായിട്ട് വിചാരിച്ച് ഇറങ്ങി തിരിക്കണം. എങ്കിലേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഓക്കെ, പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമുക്ക് എല്ലാ ബാങ്കിലെയും പോയി വിശ്വസിക്കാനോ എല്ലാ ബാങ്കും നമ്മളെ സഹായിക്കാനൊന്നും പോകുന്നില്ല.
എനിക്ക് പണ്ട് തൊട്ടേ ഒരു 10ാം ക്ലാസ്സിന് മുമ്പ് തൊട്ടേ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ഉണ്ടായിരുന്ന ബാങ്ക് അക്കൗണ്ടും ബാങ്കും ഒന്നും എന്നെ സഹായിച്ചില്ല. എന്നെ സഹായിച്ചത് കാനറ ബാങ്കാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ലോണുകൾ കൊടുക്കുന്നത് കാനറ ബാങ്കാണ്. അതുപോലെ തന്നെ ബാക്കി ലോണ് തരുന്ന ഇഷ്ടംപോലെ ബാങ്കുണ്ട്. ആ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് നമ്പർ ഞാൻ ഇതിൽ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആർക്കൊക്കെ ഉപയോഗപ്പെടുമോ അവരെല്ലാവരും ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ ബാങ്കുകളിൽ ഒരു അക്കൗണ്ട് തുടങ്ങുക, അവിടെ ട്രാൻസാക്ഷൻസ് നടത്തുക. അതുപോലെ തന്നെ അവരുമായിട്ട് എന്തെങ്കിലും ലോണിന് വരുമ്പോൾ ആദ്യമേ പോയി ബന്ധപ്പെടുക. ഞാൻ ആദ്യമേ വേറെ കുറേ ബാങ്കിലൊക്കെ പോയി, ഒന്നും നടന്നില്ല. കാനറ ബാങ്കിൽ നിന്നാണ് എനിക്ക് ലോൺ കിട്ടിയത്. അപ്പോൾ നിങ്ങളും കാനറ ബാങ്ക് മാത്രമല്ല, നിങ്ങളുടെ വീടിനടുത്തുള്ള എന്ത് ടൈപ്പ് ബാങ്കിൽ വേണോ പോകാം. കേരള ഗ്രാമീണ ബാങ്ക് ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അവിടെയും നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ലോൺ സ്കീമൊക്കെ തരുന്നുണ്ട്. പിന്നെ ധനലക്ഷ്മി ബാങ്കുണ്ട്. അങ്ങനെയുള്ള ഇത്രയും ബാങ്കാണ് ഉള്ളത്. ഇതിൻ്റെയൊക്കെ ആൾക്കാരുടെ നമ്പരും ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യാം. ആരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള സെൻറ്റർ പറഞ്ഞു തരികയും നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള സ്ഥാപനമാണ് തുടങ്ങാൻ താല്പര്യം, അതിന് ഏതൊക്കെ ലോൺ അവൈലബിൾ ആണ്, അതിനെന്തൊക്കെ ബാക്കി കാര്യങ്ങൾ വേണമെന്നുള്ളതെല്ലാം ബാങ്കിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. പക്ഷെ നിങ്ങൾ അവരുടെ സമയത്തിന് പോയി അവരുടെ അടുത്ത് പോയി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം, എങ്കിലും മാത്രമേ കിട്ടുള്ളൂ. ഒരുപാട് ടൈപ്പ് PMEGP ഉണ്ട്, PMEF ഉണ്ട്. ഫുഡുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം PMEF ആണ്. പിന്നെ ഇന്ന് കിട്ടിയൊരു ഇൻഫർമേഷനാണ്, നമ്മുടെ മുദ്ര ലോണിൻ്റെ തരുൺ 2+ അങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ടൊരു സ്കീം ഇറങ്ങിയിട്ടുണ്ട്. 20 ലക്ഷം രൂപ വരെ ഒരു സബ്സിഡിയും കൂടാതെ കിട്ടുമെന്നാണ് പറയുന്നത്. 20 ലക്ഷം രൂപ വരെ ഒരു സബ്സിഡിയും കൂടാതെ കിട്ടും. പിന്നെ എന്ത് വേണം? നിങ്ങൾക്ക് കൊളാറ്ററൽ ഇല്ലെങ്കിലും വേണ്ട, ആരും ചോദിക്കുന്നില്ല. പക്ഷേ 10 ലക്ഷം വരെ നമുക്ക് ആദ്യമായിട്ട് എടുക്കുമ്പോൾ കൊളാറ്ററൽ ഇല്ലാതെ കിട്ടുള്ളൂ. എല്ലാ ബാങ്കിൽ നിന്നും ഒരുവിധപ്പെട്ട മിക്ക ലോൺ സ്കീമിലും 10 ലക്ഷം വരെ നമുക്ക് സബ്സിഡി ഒന്നും ഇല്ലാതെ കിട്ടും. അപ്പോൾ സബ്സിഡി ഒന്നും ഇല്ലാതെ കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ്. എനിക്കും ഇതുപോലെ കൊളാറ്ററൽ കൊടുക്കാനായിട്ട് മറ്റ് സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാനും സ്റ്റാർട്ട് ചെയ്ത് സബ്സിഡി കിട്ടാനും അതുപോലെ തന്നെ കൊളാറ്ററൽ ഇല്ലാതെ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ എല്ലാം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. സബ്സിഡി കിട്ടാനായിട്ട് ഒരു 3 ഇയർ എടുക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ അപ്ഡേറ്റ്. അപ്പോൾ നിങ്ങളും പോയിട്ട് PMEGPയോ PMEFോ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടുള്ള ഏത് ലോണാണോ ആ ലോണിന് നിങ്ങൾ പോയി നോക്കുക. അതുപോലെ തന്നെ ലേഡീസിന്, വിമൻസ്, നമ്മുടെ നാട്ടിലെ വിമൻ ഓൺട്രപ്രണേഴ്സിന് വേണ്ടിയിട്ട് അനവധി സ്കീമുകളും പദ്ധതികളുമാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റും ബാങ്കുകളും DIC എല്ലാം കൂടി രൂപീകരിച്ചിട്ടുള്ളത്. ആരും അത് തിരിച്ചറിയുന്നത്. ഞാൻ ഇന്ന് പോയ മീറ്റിങ്ങിൽ കൂടുതൽ പങ്കെടുത്തതും സ്ത്രീകളാണ്. പക്ഷേ കൂടുതൽ സ്ത്രീകൾ മുന്നോട്ട് വരണം, എങ്കിലേ നമ്മുടെ നാട്ടിന് ഉപയോഗം ഉണ്ടാവും. നമ്മുടെ GDP ഒക്കെ നന്നായിട്ട് ഉയരണമെങ്കിൽ നമ്മുടെ നാട്ടിൽ എല്ലാത്തിൻ്റെ പ്രൊഡക്ഷനും സർവീസസും എല്ലാം ബിസിനസ് കൂടുതലായിട്ട് വരണം. ഗവൺമെൻറ് ജോലിക്കും മറ്റതിനൊക്കെ പോയി സമയം കളയാതെ പ്രൈവറ്റ് സെക്ടറിലൊക്കെ പോയി ജീവിതം തുലയ്ക്കാതെ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉറപ്പായിട്ട് ഒരു സ്ഥാപനം തുടങ്ങാനുള്ള കഴിവുണ്ടാകും. അതിനുള്ള ശ്രമങ്ങൾ നടത്തുക. പിന്നെ PMEGPൻ്റെ ഒരു ആപ്പുണ്ട്, അതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് തുടങ്ങേണ്ടത്, ഒരുവിധപ്പെട്ട നമ്മൾ കാണാത്തതും കണ്ടതുമായിട്ടുള്ള എല്ലാത്തിൻ്റെയും ട്രെയിനിങ്ങും എല്ലാം ഉണ്ട്. നമ്മൾ വേറെ എങ്ങും പോയി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. PMEGPൻ്റെ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ അകത്ത് ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഇഷ്ടം പോലെ ഐഡിയാസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഓപ്ഷനും പ്ലാറ്റ്ഫോമുമാണ് അത്. നമ്മുടെ കേന്ദ്ര സർക്കാർ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നതാണ്. വെറുതെ ഇരുന്ന സമയം കളയാതെ അതൊക്കെ ഓപ്പൺ ചെയ്ത് അതിനകത്ത് വരുന്ന ഓരോ സെമിനാറും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് ഓരോന്നിനെക്കുറിച്ച് പഠിക്കുക. അല്ലാതെ ഇന്നത്തെ കാലത്ത് വേറെ നിവർത്തിയില്ല. ഈ ലഹരിക്ക് പുറകെ പോയി സമയം കളയാനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടാണ്. നിങ്ങളിതിലോട്ട് ഇറങ്ങുക, നന്നായിട്ട് സമ്പാദിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടുകാർക്കും സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനൊക്കെ ഒരുപാട് ഗുണമുണ്ടാകും. അല്ലാതെ ഇപ്പോൾ നമ്മൾ ന്യൂസിൽ കാണുന്ന പോലെ നമ്മൾ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോയി നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കുക, നന്നായിട്ട് കാര്യങ്ങൾ പഠിക്കുക. കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചതിന് ശേഷം ഒരു ബിസിനസ് തുടങ്ങുക. ആ ബിസിനസ് തുടങ്ങിയാൽ നിങ്ങൾ പഠിച്ചതിന് ശേഷമാണ് തുടങ്ങുന്നത്, നിങ്ങൾ ഉറപ്പായിട്ട് സക്സസ് ആവും. അത് എൻ്റെ ഗ്യാരൻറ്റിയാണ്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് അതിൽ റിസർച്ച് ചെയ്യുക, അതിൻ്റെ നെഗറ്റീവ്സ് ആദ്യമേ കണ്ടെത്തുക, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാമെന്നുള്ളത് നോക്കുക, അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടെത്തുക. ഇതൊക്കെയാണ് ഒരു ഓൺട്രപ്രണറിൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
സിമ്പിളായിട്ട് എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ലെവലിൽ എത്താം. യൂസഫ് അലിയോ അല്ലെങ്കിൽ നമുക്ക് ആരോ വേണോ ആകാം, അത് എൻ്റെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതെല്ലാം വേണ്ട രീതിയിൽ ഉപയോഗിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത ബാങ്കിൽ പോയി ചോദിക്കുക, ഈ പറഞ്ഞ ബാങ്കുകളിൽ പോയി ചോദിക്കുക നിങ്ങൾക്ക് പറ്റുന്ന ഏത് സ്കീമാണോ ഉള്ളത്, എന്ത് ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്ട്രിക്റ്റിലെ അടുത്തുള്ള DIC ആയിട്ട് ബന്ധപ്പെടുക, അവരുമായിട്ട് സംസാരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഭാവി നേരുന്നു. താങ്ക് യു.